ഹായ് ഗൈസ്, എല്ലാവർക്കും ഗീക്ക് നൗ മലയാള ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു സുരക്ഷാ പ്രശ്നം കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാംസങ്ങിന്റെ സുരക്ഷാ പ്രശ്നത്തെ കുറിച്ചിട്ട് നമ്മുടെ കേന്ദ്ര ഏജൻസിയായ സെർട്ടിന്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ ഗൂഗിൾ ക്രോമിലും എഡ്ജ് ബ്രൗസറിലും അത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെർട്ടിൻ തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ജനപ്രിയ വെബ് ബ്രൗസറുകളായ ഗൂഗിളിന്റെ ക്രോമിലും മൈക്രോസോഫ്റ്റിന്റെ എഡ്ജിലും ഉപഭോക്താക്കളുടെ സുപ്രധാന വിവരങ്ങൾ, അത് നമ്മൾ സൂക്ഷിച്ച് സേവ് ചെയ്ത് വെക്കുന്ന പാസ്വേഡ്, നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ, അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണാണ്, സ്വകാര്യ ഫോണാണ്, ആരും ഉപയോഗിക്കില്ല, ആരും തട്ടിപ്പറിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത്തരത്തിൽ സേവ് ചെയ്ത് വെക്കുന്ന വിവരങ്ങളടക്കം ചോർത്തപ്പെടാൻ അല്ലെങ്കിൽ മറ്റൊരാൾ, ഒരു അനധികൃതമായിട്ട് ഹാക്ക് ചെയ്ത് വരുന്ന മറ്റൊരാൾ അത് കൈക്കലാക്കാം എന്നുള്ളൊരു സുരക്ഷാ പ്രശ്നമാണ് സെർട്ടിൻ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായിട്ട് എത്തിയിരിക്കുന്നത്. സർക്കാർ ഏജൻസിയായ സെർട്ടിൻ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഗൂഗിൾ ക്രോമോ എഡ്ജോ വഴി കടന്നു കയറി അത് കൈക്കലാക്കാമെന്നും ചോർന്നു കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ പണി തരാമെന്നുമാണ് സെർട്ടിൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറിയിച്ചിരിക്കുന്നത്. CIVN 2023-0361 വൾണറബിലിറ്റി നോട്ടിലാണ് ഗൂഗിൾ ക്രോമിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സെർട്ടിൻ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതേ വൾണറബിലിറ്റി നോട്ടിൽ തന്നെയാണ് നമ്മുടെ സാംസങ് വിഷയത്തിൽ, സാംസങ് നോക്ക് സെക്യൂരിറ്റി അടക്കമുള്ള വിഷയത്തിലെ ഇഷ്യൂല് നമ്മുടെ രേഖകൾ, നമ്മുടെ വിലപ്പെട്ട അത് ഹാക്ക് ചെയ്യപ്പെടാം, അല്ലെ നമ്മുടെ വിലപ്പെട്ട വസ്തുക്കൾ, വിലപ്പെട്ട പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സെർട്ടിൻ അറിയിപ്പ് നൽകിയിരുന്നത് ഇതേ വൾണറബിലിറ്റി നോട്ട് തന്നെയായിരുന്നു. മൈക്രോസോഫ്റ്റ് എഡ്ജിന്റെ കാര്യത്തിലാണെങ്കിൽ CIVN 2023-0362 എന്ന വൾണറബിലിറ്റി എഡ്ജിന്റെ നോട്ടിലാണ് ഈ ബന്ധപ്പെട്ട മുന്നറിയിപ്പും സെർട്ടിൻ നൽകിയിരിക്കുന്നത്. അടിയന്തരമായി സുരക്ഷ അപ്ഡേറ്റ് ചെയ്യാനാണ് സെർട്ടിൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗൂഗിൾ ക്രോമിന്റെ ലിനക്സ്, മാക് വേർഷനുകളിൽ മുമ്പ് ഉപയോഗിക്കുന്നവരും വിൻഡോസിന്റെ ലേറ്റസ്റ്റ് പതിപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ളവരും എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ എഡ്ജ് ബ്രൗസർ ആയിക്കോട്ടെ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് സെർട്ടിൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സെർട്ടിൻ അറിയിച്ചിരിക്കുന്ന പ്രകാരം എല്ലാവരും സോഫ്റ്റ്വെയർ നമ്മുടെ ക്രോം ആയിക്കോട്ടെ എഡ്ജ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നവർ അത് അപ്ഡേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. AI മൂലമുള്ള ഇഷ്യൂസ് ഉണ്ട്. ടെക്നോളജി വളരുന്നതിൻ്റെ അനുസരിച്ച് തന്നെ ഭവിഷ്യത്തുകളും ദുരഭവിഷ്യത്തുകളും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം എന്ന് പറയുന്ന പോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബ്രൗസറുകൾ ഉപയോഗിച്ച് നമ്മുടെ അനധികൃത വെബ്സൈറ്റോ അല്ലെ നമുക്ക് ഷെയർ ചെയ്ത് വരുന്ന നമുക്ക് ഉറപ്പില്ലാത്ത ലിങ്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ മറ്റ് മാൽവെയർ ആപ്പുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഫോണിലായിക്കോട്ടെ നമ്മുടെ സിസ്റ്റത്തിലായിക്കോട്ടെ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ക്രാക്ക്ഡ് വേർഷൻ ഒന്നും പരമാവധി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അത്തരത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈവസിയും നമ്മുടെ വിലപ്പെട്ട രേഖകളുമാണ് മറ്റൊരാൾ അനധികൃതമായിട്ട് സുലഭമായിട്ട് ചുമ്മാ വന്ന് നമ്മുടെ അടുത്തു നിന്ന് കൈയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾ അപ്പം നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ മുൻകരുതൽ എടുത്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ ബന്ധപ്പെട്ട കമ്പനികൾ നൽകുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മുടെ ഫോണിലായിക്കോട്ടെ നമ്മുടെ ആപ്പിൽ സോഫ്റ്റ്വെയർ ബ്രൗസറിൻ്റെ അപ്ഡേറ്റുകളായിക്കോട്ടെ അതൊക്കെ കൃത്യസമയത്തും അപ്ഡേറ്റ് ചെയ്തും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ പ്രൈവസി ഈസ് അവർ സേഫ്റ്റി എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രൈവസി കാത്തുരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.